ഹലോ ക്യാപ്റ്റൻ മനോജ് ജോണാണ്. ഇന്ത്യയിൽ കമേഴ്ഷ്യൽ പൈലറ്റ് ആവാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് നോക്കാം. ഞാൻ നിങ്ങൾക്ക് മാക്സിമം പറഞ്ഞു തരാം. ഇനി എന്നിട്ടും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻ്റ് ഇട്ടാൽ മതി, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കാം. ഓക്കെ. ഓക്കെ, ആദ്യത്തെ റിക്വയർമെൻറ്റ് ഫിസിക്സും മാത്സാണ്. അപ്പോൾ അടുത്ത ചോദ്യം, എത്ര മാർക്ക് ഫിസിക്സും മാത്സിലും വേണം? ഇത് നിങ്ങൾ എവിടെയാണ് പഠിക്കാൻ ഉദ്ദേശിക്കണേ അതിനനുസരിച്ചിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഇഗ്രുവയിലാണ് പോകാൻ ഉദ്ദേശിക്കണമെങ്കിൽ അവർ ചോദിക്കുന്നത് 50% ആണ് ഫിസിക്സ് മാത്സ് ഇംഗ്ലീഷിൽ. ഇൻ കേസ് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത് NFTI ഗോണ്ടിയയിലാണെങ്കിൽ 55% ആണ് അവർ ഫിസിക്സ് മാത്സ് ഇംഗ്ലീഷിൽ ചോദിക്കണേ. ഇതേമാതിരി നിങ്ങൾ ഏത് സ്കൂളിലാണ് പോകാൻ ഉദ്ദേശിക്കണമെങ്കിൽ നിങ്ങൾ അവരുടെ സൈറ്റിൽ ചെക്ക് ചെയ്യുക. നിങ്ങൾ പുറത്തൊക്കെ പോകാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവരങ്ങനെ റിക്വയർമെൻറ്റ് വെക്കുകയൊന്നുമില്ല. കാരണം പ്രത്യേകിച്ച് US ഫിസിക്സിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇത് ഇന്ത്യൻ റിക്വയർമെൻ്റ് ആണ് ഫിസിക്സ് ഉണ്ടാവേണ്ടത്. അപ്പോൾ നിങ്ങൾ പുറത്ത് പോയിട്ട് CPL ചെയ്തിട്ട് ഇവിടെ കൺവേർട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് പാസ് മാർക്ക് മതി. ഇത് ഇൻ കേസ് നിങ്ങൾ ഇന്ത്യയിൽ ഇതിലല്ലാത്ത ഏത് സ്കൂളിൽ നിന്ന് പോവുകയാണെങ്കിലും നിങ്ങൾക്ക് അവരുടെ റിക്വയർമെൻറ്റ് ചെക്ക് ചെയ്യുക. അവരുടെ റിക്വയർമെൻറ്റ് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ DGCA റിക്വയർമെൻറ്റ് വെറും പാസ് മാർക്കാണ്. ഓക്കെ. അടുത്ത ചോദ്യം, ഇൻ കേസ് നിങ്ങൾ ഫിസിക്സും മാത്സും എടുത്തിട്ടുണ്ടായിരുന്നില്ല 12th, അതായത് നിങ്ങൾ കൊമേഴ്സ് സ്റ്റുഡൻ്റ് ആയിരുന്നു, ആർട്സ് ആയിരുന്നു, അപ്പോഴും പേടിക്കേണ്ട. അപ്പോൾ നിങ്ങൾക്ക് ആകെ കൂടി ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഗൂഗിൾ എടുക്കുക, ഗൂഗിളിൽ +2 ഫിസിക്സ് ആൻഡ് മാത്സ്, +1 ചെയ്യേണ്ട ആവശ്യമില്ല, +2 ഫിസിക്സ് ആൻഡ് മാത്സ് ഓപ്പൺ യൂണിവേഴ്സിറ്റി അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തുള്ള ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് എൻറോൾ ചെയ്യുക. മോസ്റ്റ്ലി 1 ഇയറിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ റിസൾട്ട് കിട്ടുമ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് 55 കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോണ്ടിയെ പോവാം, 50 കിട്ടുകയാണെങ്കിൽ ഇഗ്രുവയെ പോവാം. ഇനി അതല്ല അത് കിട്ടുന്നില്ലെങ്കിൽ ജസ്റ്റ് പാസ് മാർക്ക് ഉള്ളെങ്കിലും ഞാൻ ആദ്യം പറഞ്ഞോണം നിങ്ങൾക്ക് പുറത്ത് പോയിട്ട് ചെയ്തിട്ട് വരാം. ഓക്കെ. അപ്പോൾ ഒരിക്കൽ ഫിസിക്സും മാത്സും നിങ്ങൾക്ക് സോർട്ട് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് നോക്കാം. അടുത്ത സ്റ്റെപ്പാണ് മെഡിക്കൽ. അപ്പോൾ മെഡിക്കൽ ആദ്യം ക്ലാസ് 2 മെഡിക്കലും ഉണ്ട്, പിന്നെ ക്ലാസ് 1 മെഡിക്കലും ഉണ്ട്. ക്ലാസ് 2 മെഡിക്കൽ നമ്മൾ എന്തിനു ചെയ്യണമെന്ന് വെച്ചാൽ ക്ലാസ് 2 മെഡിക്കലിന് ശേഷമാണ് നമുക്ക് ഈ ഫയൽ നമ്പർ കിട്ടുക, ഒരു DGCA ഫയൽ നമ്പർ കിട്ടും. അത് കഴിഞ്ഞ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ DGCA ആയിട്ട് എന്ത് വർക്കിന് പോയാലും അവിടെ അവർ ചെക്ക് ചെയ്യുന്നത് ഈ ഫയൽ നമ്പർ വെച്ചിട്ടാണ്. ഓക്കെ. അപ്പോൾ അതിനാണ് ക്ലാസ് 2 മെഡിക്കൽ ചെയ്യുക. ഇതിന് ശേഷം ക്ലാസ് 1 മെഡിക്കൽ ചെയ്യും. ഓക്കെ, ഞാനിവിടെ ലിസ്റ്റ് കൊടുക്കാം ക്ലാസ് 2 മെഡിക്കൽ സെൻറ്റേഴ്സിൻ്റെയും ക്ലാസ് 1 മെഡിക്കൽ സെൻറ്റേഴ്സിൻ്റെയും. ഓക്കെ. ഇൻ കേസ് നിങ്ങൾ പുറത്ത് പോയിട്ടാണ് നിങ്ങളുടെ CPL ചെയ്യാൻ ഉദ്ദേശിക്കണമെങ്കിൽ 2 രീതിയിൽ ചെയ്യാം. മെഡിക്കൽ ചെയ്തിട്ട് പോവാം, അതല്ലെങ്കിൽ വന്നതിന് ശേഷം മെഡിക്കൽ ചെയ്യാം. പക്ഷെ ഞാൻ പറയും എപ്പോഴും മെഡിക്കൽ ചെയ്തിട്ടേ നിങ്ങൾ ഒരു ഫ്ലൈയിങ് സ്കൂളിന് പൈസ മുടക്കാൻ പാടുള്ളൂ. കാരണം മെഡിക്കൽ ടെസ്റ്റിൽ എന്തെങ്കിലും ഫോൾട്ട് കണ്ടുപിടിക്കുകയാണെങ്കിൽ നിങ്ങൾ വെറുതെ ഫ്ലൈയിങ് സ്കൂളിൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവരൊരിക്കലും തിരിച്ചു തരില്ല. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ ഒരിക്കൽ ഫിറ്റ് ആണെന്ന് 100% ഷുവറായിട്ടാണ് നിങ്ങൾ പൈസ മുടക്കേണ്ടത്. അപ്പോൾ ക്ലാസ് 2 ക്ലാസ് 1 മെഡിക്കൽ ആദ്യം തീർക്കുക, എന്നിട്ട് CPL പോവാം. ഇനി വരുന്ന ഫാക്ടറാണ് കുറച്ച് DGCA പേപ്പേഴ്സ് ഉണ്ട്. അതായത് എയർ റെഗുലേഷൻസ് വരും, പിന്നെ മീറ്റീരിയോളജി വരും, നാവിഗേഷൻ വരും. നിങ്ങൾ ഇന്ത്യയിലാണ് CPL ചെയ്യണമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ടെക്നിക്കലും എക്സാം വരും. ഇൻ കേസ് പുറത്ത് പോയി ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ടെക്നിക്കൽ വേണ്ടി വരില്ല. ഇതിൽ പുറമെ നിങ്ങൾക്കൊരു RTR എക്സാം കൊടുക്കണം. അപ്പോൾ ഇത് നിങ്ങൾ ഇന്ത്യയിലാണ് CPL ചെയ്യണമെങ്കിൽ ഇത് നിങ്ങളുടെ CPLൻ്റെ ഒപ്പം തീർന്നു പൊക്കോളും, നിങ്ങൾക്ക് ടെൻഷൻ ഇല്ല. ഇൻ കേസ് നിങ്ങൾ പുറത്ത് പോയിട്ടാണ് CPL ചെയ്യാൻ ഉദ്ദേശിക്കണമെങ്കിൽ ഇത് പോണയായിട്ട് മുന്നേയും ചെയ്യാം, പോയി വന്നതിന് ശേഷം ചെയ്യാം.
പക്ഷെ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് പോണയായിട്ട് മുന്നേ ചെയ്യാനാണ്. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ നിങ്ങൾ CPL കഴിഞ്ഞ് വരുമ്പോൾ സബ്മിറ്റ് ചെയ്യണ സമയത്ത് 6 മാസത്തിൻ്റെ ഉള്ളിൽ ഇത്രയും ഫ്ലൈയിങ് ആർസും ഈ പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങൾ വന്നതിന് ശേഷം ഈ പരീക്ഷ എഴുതാൻ നിന്ന് കഴിഞ്ഞാൽ ഈ പരീക്ഷ 3 മാസത്തിൽ നടക്കുക. എന്തെങ്കിലും കാരണവശാൽ ഒരു പേപ്പർ അങ്ങനെ പാസ്സായില്ലെങ്കിൽ നിങ്ങളുടെ 6 മന്ത്സിൽ ഈ ആർസ് വാലിഡ് ആവില്ല. അപ്പോൾ നിങ്ങൾ പിന്നെയും പോയിട്ട് ഫ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ എക്സ്ട്രാ കോസ്റ്റ് ആവും. ഇത് ഒഴിവാക്കാൻ എപ്പോഴും ഈ പേപ്പേഴ്സ് പാസ്സായിട്ട് നിങ്ങൾ പുറത്ത് പോവുക, CPL ചെയ്യുക. ഇൻ കേസ് നിങ്ങൾ പുറത്ത് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ. ഇൻ കേസ് നിങ്ങൾ ഇവിടെ നിന്നാണ് ചെയ്യണമെങ്കിൽ ഒന്നും പേടിക്കാനില്ല. ഇൻ കേസ് ഈ പരീക്ഷയ്ക്ക് ഫില്ല് ചെയ്യാൻ ഒരു കാര്യം വിട്ടുപോയത്, DGCയുടെ എക്സാം കൊടുക്കാനായിട്ട് മുന്നേ ആദ്യം കമ്പ്യൂട്ടർ നമ്പറിന് അപ്ലൈ ചെയ്യണം. അപ്പോൾ കമ്പ്യൂട്ടർ നമ്പറിനും നിങ്ങൾ DGCയുടെ സൈറ്റിൽ തന്നെ ചെക്ക് ചെയ്താൽ മതി. അതിലെല്ലാ ഡീറ്റെയിൽസും കിട്ടും. ഓക്കെ. DGCയുടെ എക്സാംസ് ഫില്ല് ചെയ്യാനുള്ള DGCA സൈറ്റ് ഞാനിവിടെ മെൻഷൻ ചെയ്യാം. ആ സൈറ്റിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സാംസിന് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ട എല്ലാ ഡീറ്റെയിൽസും ആ സൈറ്റിലുണ്ട്. കുറച്ച് തപ്പേണ്ടി വരും, തപ്പിയാലാണ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ആ സൈറ്റിൻ്റെ ഇൻഫർമേഷൻ ഞാൻ കൊടുക്കാം. അതിൽ ഏതൊക്കെ പരീക്ഷ കൊടുക്കണം എല്ലാം അതിലുണ്ടാവും. ഓക്കെ. RTR എക്സാം സൈറ്റും ഞാൻ കൊടുക്കാം. അപ്പോൾ RTR എക്സാം എഴുതിയതിന് ശേഷം നിങ്ങൾക്കൊരു റേഡിയോ ടെലിഫോൺ ലൈസൻസ് കിട്ടും. അത് വെച്ചാണ് നിങ്ങൾ FRTOLന്
അപ്ലൈ ചെയ്യുക. അപ്പോൾ FRTOയിലും RTRൻ്റെയും വ്യത്യാസം എന്താ വെച്ചാൽ FRTOയിൽ DGCയുടെ അണ്ടറിൽ വരുന്നതാണ്. അപ്പോൾ നാളെ നിങ്ങൾക്ക് ഇന്ത്യയിലൊക്കെ ഫ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് RTR മാത്രം പോരാ, നിങ്ങൾക്ക് FRTOയിലും പിന്നെ DGCA CPL ആണ് വേണ്ടത്. അപ്പോൾ ഇത് FRTOയിൽ കിട്ടാം. ഓക്കെ, അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് CPL ചെയ്യാൻ പോവാം. ഇൻ കേസ് ഞാൻ പറഞ്ഞോണം നിങ്ങൾ ഇന്ത്യയിൽ ചെയ്യണമെങ്കിൽ ഇതൊക്കെ സ്ട്രീം ലൈൻഡ് ആവും, നിങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നേരെ മറിച്ച് നിങ്ങൾ പുറത്ത് പോകാന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞതിന് ശേഷം പോവാം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, അതായത് ഇന്ത്യൻ CPL കിട്ടാനുള്ള റിക്വയർമെൻറ്റ് ഞാനിപ്പോൾ ഇതിൽ മെൻഷൻ ചെയ്യാം. കാരണം ഇന്ത്യയിൽ CPL കിട്ടാൻ 200 hours ടോട്ടലും 100 hours PICയുടെ റിക്വയർമെൻ്റ് ഉള്ളൂ. നിങ്ങൾ US പോയി ചെയ്യുകയാണെങ്കിൽ ചില സ്ഥലത്തൊക്കെ അത് 250 hours ആണ്. അപ്പോൾ ഈ എക്സ്ട്രാ hours നിങ്ങൾ ചെയ്യുമ്പോൾ അത് എക്സ്ട്രാ കോസ്റ്റ് ആവും. ഈ എക്സ്ട്രാ കോസ്റ്റ് നിങ്ങൾ ചെയ്യണോണ്ട് നിങ്ങൾക്കൊരു ബെനിഫിറ്റും ഇല്ല. ആദ്യമൊക്കെ എനിക്ക് തോന്നിയിരുന്നു ഈ hours കിട്ടുമ്പോൾ നമുക്ക് നാളെ അത് ബെനിഫിഷ്യലാവും. ഒരു ബെനിഫിറ്റും ഇല്ല, വെറുതെ കയ്യിൽ നിന്ന് കുറേ പൈസ പോകുന്നല്ലാണ്ട്. അപ്പോൾ ഇത് കാരണം നമ്മൾ മിനിമം റിക്വയർമെൻറ്റ് എന്താണ്, ആ മിനിമം ചെയ്തിട്ട് വന്നാൽ മതി. ആ റിക്വയർമെൻറ്റ് ഞാൻ ഇവിടെ കൊടുക്കാം, നോക്കിക്കോ. ഈ റിക്വയർമെൻറ്റ്സ് ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ DGCയിൽ ലൈസൻസ് സബ്മിറ്റ് ചെയ്യുമ്പോൾ നോർമലി ഒരു 30 ഡേയ്സിൻ്റെ ഉള്ളിൽ ലൈസൻസ് വരുമെന്നാണ് പറയുക. അത് ചില സമയത്ത് അതിലും കുറച്ച് ദിവസത്തിൽ കിട്ടും, ചില സമയത്ത് അതിലും കൂടുതൽ ദിവസം എടുക്കും. അപ്പോൾ ഇൻ കേസ് 30 ഡേയ്സ് കഴിഞ്ഞിട്ടും അവരുടെ നിന്ന് റെസ്പോൺസ് ഇല്ലെങ്കിൽ നിങ്ങൾ അവരെ കോൺടാക്റ്റ് ചെയ്യാം. ഇതിന് നിങ്ങൾ ഡൽഹി വരെ പോകേണ്ട ആവശ്യമില്ല.
നിങ്ങൾക്ക് വേണമെങ്കിൽ പോസ്റ്റലിൽ വേണമെങ്കിലും അങ്ങോട്ട് അയക്കാം. പിന്നെ നിങ്ങൾക്ക് ഡൽഹി അടുത്താണ് പോകാൻ സൗകര്യമാണെങ്കിൽ സെൽഫായിട്ട് സബ്മിറ്റ് ചെയ്യുന്നത് നല്ലൊരു ഓപ്ഷനാണ്. ഇതിന് ശേഷം നിങ്ങൾക്ക് ഇന്ത്യൻ CPL കിട്ടും. ഈ ഇന്ത്യൻ CPL കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് എയർലൈൻസിൽ സബ്മിറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ എല്ലാം വ്യക്തമായെന്ന് ഞാൻ കരുതുന്നു. പിന്നൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുതോ CPL ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ജോലി കിട്ടും. അത് ചിലപ്പോൾ പെട്ടെന്ന് കിട്ടാം, ചിലപ്പോൾ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ സമയം വളരെ മോശമാണ്. കുറേ പേർക്ക്, കുറേ പൈലറ്റ്സിന് അറൗണ്ട് ദ വേൾഡ് ജോലി നഷ്ടപ്പെട്ടിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പെട്ടെന്നൊക്കെ CPL ചെയ്ത് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ജോലി കിട്ടാൻ സാധ്യത കുറവാണ്. പിന്നെ അതേമാതിരി ഞാൻ എല്ലാവരോടും സജസ്റ്റ് ചെയ്യാറുള്ളത്, നിങ്ങൾ ലോൺ എടുത്തിട്ട് CPLന് പോകാണ്ടിരിക്കുന്നതാവും നല്ലത്. കാരണം നിങ്ങൾ CPL കഴിഞ്ഞിട്ട് ചിലപ്പോൾ 3 വർഷം 4 വർഷം ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം. പക്ഷേ സിനാരിയോ ഇതാണ്, ലോൺ എടുത്തിട്ട് കഴിയുന്നതും ചെയ്യാണ്ടിരിക്കുക. പിന്നെ ഇതിൽ ഞാൻ കൊടുത്തേക്കുന്ന ഇൻഫർമേഷൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഒന്നാണ് ഞാൻ ഷെയർ ചെയ്യണേ. ഇത് ഞാൻ ചെയ്തേക്കുന്നത് ഈ ഒരു സ്റ്റേജ് കടന്നത് ഒരു 12 years ബാക്കാണ്. അപ്പോൾ ഇപ്പോൾ ചെറിയ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യും, നിങ്ങൾ ഈ സൈറ്റിൽ ചെക്ക് ചെയ്യുമ്പോൾ ഫുള്ളായിട്ട് ചെക്ക് ചെയ്യണം. ഞാനൊരു ഗൈഡൻസ് പോലെയാണ് തരുന്നത്. നിങ്ങൾ എന്നിൽ 100% റിലൈ ചെയ്യായിരിക്കും. ഓക്കെ, ബൈ.